എന്റെ കസിനെ എല്ലാത്തിനും കഥ കസിനാ. എന്റെ കസിനെ ഞാൻ ഏത്ത കിട്ടു അടുത്ത് ഞാൻ സത്യമായിട്ടില്ലേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ലാലേട്ടൻ ചോദിച്ചാ രേണു എന്നായിരുന്നു ആദ്യം വിളിച്ചു. രേണു എന്താ ഉറക്ക കൈ അടിക്കുന്നത്, രേണു അല്ലേ ദൈവമേ തീർന്നു. കാരണം അത്രയും വലിയൊരു ലെജൻഡ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു നമ്മളെ നോക്കിയിട്ട് രേണു എന്താ ആദ്യത്തെ ആ ഒരു ആഴ്ച തന്നെ നമ്മളെ പൊക്കാന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി ഒട്ടും ബ്ലാക്ക് ക്യാറ്റ്സ് വരുമായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ക്രൂ വന്നിട്ട് എൻ്റെ നേരെ വന്നിട്ട് ഫോണുണ്ടോന്ന് അറിയാനായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി, വിറച്ചു പോയി. എൻ്റെ അമ്മ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു എനിക്ക്. അതോടുകൂടി ഞാൻ ചെറുതായിട്ട് അപ്പോഴേ പോയി. ഈ വീഡിയോ മുന്നേ ഈ വീഡിയോ എടുത്ത് വെക്കാമെന്നുള്ളത് അത് ഐഡിയ ആയിരുന്നു. അതെന്റെ കസിന്റെ ഐഡിയ. ഞാൻ ആ കസിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എടാ ഇത് ശരിയാവും ചേച്ചി, ഇത് നമ്മള് ചേച്ചി ഇത് ഓരോ കണ്ടസ്റ്റൻസ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ എന്നോട് ചോദ്യം എത്ര എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, 14 വരെ എവിഷൻ എടുത്ത്. എന്തായാലും 14 വരെ എടുത്ത് വെച്ചോ വെച്ചില്ലോ എന്നറിയില്ല ഞാൻ. പക്ഷെ 5ാമത്തെ എവിഷന് പോയില്ല, ഞാൻ തന്നെ വീട്ടിലേക്കുള്ള വഴി കാണിക്കുമ്പോ ഡോറ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്നു. അത് എന്നെ സംബന്ധിച്ച് ഹോസ്റ്റലിൽ നിന്നാലും എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയാ. എവിടെ നിന്നാലും ഒരു ഷൂട്ട് വീട്ടുകാരെടുത്ത് പറയുന്ന കാര്യമാണ്. ഒരു മാസം നിന്നാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതും ഫോണില്ല, ആരുമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല. ഈ 4, 3, 7 അല്ലെങ്കിൽ 14 പേരിൽ 20 പേരെ കണ്ടോണ്ടാണ് ഇരുന്നത്. ഈ പുറത്തിറങ്ങിയതിന് ശേഷം കസിനെ ആദ്യം വിളിച്ചായിരുന്നോ? കസിനെ വിളിക്കണം തന്നെ, വിളിച്ചിട്ട് ഓഫ് ആയിരുന്നു ഫോൺ, അതുകൊണ്ട് വിളിച്ചില്ല. ഇനി വിളിച്ചിട്ടോളാം 2 പേരെ വിളിക്കാൻ ഉറപ്പായിട്ടും. എല്ലാരും ചോദിക്കുന്നുണ്ട് ഏതാ കസിൻ. ഞങ്ങൾ ആ കസിനോട് പറഞ്ഞ ഞങ്ങൾ കൂടെ ഒന്ന് ഓട്ടം അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്.